ചേട്ടൻ പറഞ്ഞ 3 മാസം വരെ ഇരിക്കുന്നത്. അടിപൊളി. ഇന്ന് നമുക്കൊരു അടിപൊളി വിഭവമാണ്. പ്രത്യേകം എന്താ ഇന്ന് അവൽ ഇളയിക്കാനാണ് പോകുന്നത്. അപ്പൊ നമ്മുടെ പ്രിയപ്പെട്ട കറുപ്പുസമച്ചനാണ് നമുക്കത് റെഡിയാക്കി തരുന്നത്. അപ്പൊ ആദ്യം നമ്മൾ ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ ശർക്കര അരിയട്ടെ, ശർക്കര ഉരുക്കി പാനിയൊക്കെ അതിന്റെ അഴുക്കൊക്കെ കാണും, അഴുക്കൊക്കെ മാറ്റി. ഓ ശരി, അത് വെട്ടി മാറ്റണം. ഓ അപ്പൊ അതിനുവേണ്ടി നമ്മൾ ഉരുക്കിയിട്ടുണ്ട്. ഇനി നമ്മൾ അതേപോലെ തന്നെ അരിച്ച് റെഡിയാക്കാൻ പോവുകയാണ്. അരിച്ച് നമുക്ക് എടുക്കാൻ പോവുകയാണ്. അപ്പൊ ഇതിനകത്ത് ആ കരടും എല്ലാം അങ്ങ് പോയി നല്ല പ്യൂർ ആയിട്ടുള്ളത് കിട്ടും. ഇതിനകത്ത് അഴുക്ക് അപ്പൊ അഴുക്ക് പോകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പാനിയാക്കി ഇങ്ങനെ അരിച്ചെടുക്കുന്നത്. അല്ല ഇതെല്ലാം നമ്മുടെ വയറ്റിൽ പോകും. ഇത്ര അഴുക്കാണ്. അപ്പൊ നമ്മൾ അരിച്ചെടുത്തോണ്ട് പ്യൂർ ആയിട്ടുള്ള നമ്മൾ അരിച്ചെടുത്തിട്ടുണ്ട്. അപ്പൊ അടുത്തായിട്ട് ഇനി എന്താ ചെയ്യുമ്പോൾ അടുത്തത് തേങ്ങ വറുക്കുക. തേങ്ങ എല്ലാം വറുത്തെടുക്കുക. അപ്പൊ അതിന് ആദ്യമേ നമ്മൾ നെയ്യ് ഒഴിക്കും. ഓ നെയ്യ് ഒഴിക്കും. അപ്പൊ നെയ്യ് നമ്മൾ ഒഴിച്ചു. ഇത് നന്നായി ചൂടാക്കിയതിനു ശേഷം നമ്മൾ തേങ്ങ വറക്കാൻ പോവാണ്. അപ്പൊ നമുക്ക് ഇവിടുത്തെ നെയ്യ് ചൂടായിട്ടുണ്ട്. ചേട്ടാ നമുക്ക് ഇനി എന്തോ ചെയ്യാൻ പോകുന്നത്? തേങ്ങ ഇട്ട് വറക്കുക. തേങ്ങ നമ്മൾ ഈ നെയ്യിലേക്ക് ഇട്ട് വറക്കാൻ പോവുകയാണ്. തേങ്ങ നല്ല തിരികിരാന്ന് തിരുമി എടുത്തിട്ടുണ്ട് ചെറിയതായിട്ട്. എന്നിട്ട് അത് നമ്മൾ ആവശ്യം നമുക്ക് ഇതിനകത്ത് ഇട്ടിട്ട് നമ്മൾ ചൂടാക്കി എടുക്കാൻ പോകും, ഒന്ന് വറുത്തെടുക്കാൻ പോവുകയാണ്. അപ്പൊ തേങ്ങ റെഡി ആയിട്ടുണ്ടോ? തേങ്ങ റെഡി ആയിട്ടുണ്ട്. നല്ല ചുവപ്പ് കളറായിട്ടുണ്ട്. ഓ അപ്പൊ ഈ കളർ വരണം. അപ്പൊ നമ്മുടെ തേങ്ങ നന്നായിട്ട് റെഡി ആയിട്ടുണ്ട്. അപ്പൊ നമുക്ക് എടുത്തു വെക്കാൻ പോകാം. അടുത്ത ഐറ്റങ്ങളൊക്കെ ചേർക്കുക. പല പേരുണ്ട്, ഇതിന് പല പേരുണ്ട്. ഞങ്ങളുടെ നാട്ടിൽ ഇത് പൊടികടല എന്ന് പറയും, ഇവിടെ അത് പൊട്ടുകടല എന്ന് പറയും. അതിട്ട് നല്ലോണം മൂപ്പിക്കുക. അത് ഈ നമ്മുടെ ഈ പിന്നെ റെഡി ആയ തേങ്ങയിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കുക. ഓക്കെ. എന്നിട്ട് എന്താ ചെയ്യാൻ പോകുന്നത്? അത് വാർത്തെടുക്കും. അത് ഇതിന്റെ കൂട്ടത്തിൽ തന്നെ ഇട്ട് നമ്മൾ വാർത്തെടുക്കുക. ഇവിടുത്തെ പൊട്ടുകടല നന്നായിട്ട് റെഡി ആയിട്ടുണ്ട്. ഇനി എന്താ ചെയ്യാൻ പോകുന്നത്? നമ്മൾ പറങ്ങാണ്ടി ഇടണം. നമ്മുടെ കശുവണ്ടി നമ്മൾ പറങ്ങാണ്ടി ഇതിനകത്ത് ഇട്ട് കൊടുക്കുകയാണ്. ഇത് ഓരോന്നോരോന്നായിട്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടാണ് ചെയ്യുന്നത്. അപ്പൊ ചോദിക്കും ഇതിന്റെ അകത്തേക്ക് എല്ലാം കൂടെ ഒരുമിച്ച് ഇട്ട് കൊടുത്താൽ റെഡി ആവുന്നല്ല. പറങ്ങാണ്ടി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം തിന്നാൻ പറ്റുന്ന പരിപാടി. അതുകൊണ്ട് അപ്പൊ ഇതിനകത്ത് ഇട്ടേക്ക് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമുക്ക് റെഡി ആക്കിയത്. അതുകൊണ്ടാണ് പ്രത്യേകിച്ച് അത് പ്രത്യേകമായിട്ട് നമ്മൾ വറുത്തെടുക്കാത്തത്. ഇതിനകത്ത് തന്നെ ഇടുന്നുണ്ട്. ഐറ്റംസ് എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി ചെയ്യാൻ പോകുന്നത് എന്തോ കർഫൻ ചേട്ടാ? ഇപ്പം മുന്തിരി, നമ്മുടെ ഉണക്കമുന്തിരി അതാണ്. അത് നമുക്ക് ഇതിലേക്ക് ഇട്ട് ഇതിന്റെ കൂട്ടത്തിൽ പ്രിപ്പയർ ചെയ്തെടുക്കാൻ പോകണം. അങ്ങനെ തേങ്ങയും കശുവണ്ടിയും മുന്തിരിയും പൊട്ടുകടലും എല്ലാം റെഡി ആയിട്ടുണ്ട് നല്ല പോലൊക്കെ. ഇനി ഇതിലേക്ക് നമ്മൾ ചെയ്യാൻ പോകുന്നത് ചേട്ടനോട് ചോദിച്ചു. ചേട്ടാ ഇനി നമ്മൾ എന്താ ചെയ്യാൻ? പൊടി ഐറ്റം എന്ന് പറയുമ്പോൾ ഏലക്ക പൊടി. ഏലക്ക നമ്മൾ നന്നായിട്ട് പൊടിച്ച് പിന്നെ മിക്സിയിൽ ഇട്ട് നമ്മൾ റെഡിയാക്കിയിട്ട് അത് ഇതിലേക്ക് ഇടുവാണ്. അത് ഇതിലേക്ക് ഇട്ട് നമ്മൾ ഒന്ന് ഇളക്കി കൊടുക്കണം. അല്ലേ? എല്ലാം കറക്റ്റ് ചേരുവകൾ കൃത്യമായിട്ട് മിക്സ് ആവുന്ന രീതിയിൽ ഒന്ന് ഇളക്കി കൊടുക്കുന്നു. ഇത് ഇതിലേക്ക് നമ്മൾ ചുക്കുപൊടി. ഇനി നമ്മൾ ചുക്കുപൊടി ഇടാൻ പോകുന്നു. ചുക്കുപൊടി അങ്ങനെ അളവ് എങ്ങനെയാട്ടാ? കണക്ക് നമുക്ക് നോക്കിയാൽ മതി. ആവശ്യത്തിനുള്ളത് ഇടുക. ആവശ്യത്തിനുള്ള കുറച്ച് നോക്കി ഇതിന് വേണ്ട ആവശ്യത്തിനുള്ള കുറച്ച് ഒരു ഇച്ചിരി കൂടി പോയി ഒന്ന് കുഴപ്പമുണ്ടോ? കുഴപ്പമില്ല. അപ്പൊ ഇത്രയും ചുക്കുപൊടി ഇട്ടു. ഇത് നന്നായി, ഇതാണ് ഇതിന്റെ ഫ്ലേവർ എന്നൊക്കെ പറഞ്ഞ രീതി. ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കും. ചേട്ടാ ഓക്കെ. എത്ര നേരം ഇളക്കണം? ഇത് കഴിഞ്ഞു. ഇത് പ്രിപ്പറേഷൻ ഏകദേശം കഴിഞ്ഞു. ഇനി ഇത് വേറൊരു പാത്രത്തിലോട്ട് എടുത്ത് ഇവിടെ നമ്മൾ ആദ്യമേ റെഡിയാക്കി വെച്ച ശർക്കര ഉണ്ടല്ലോ, നമ്മൾ അരിച്ചെടുത്ത് വെച്ചില്ലേ, അത് ഇതുപോലെ പാവ് കാച്ചു എന്ന് പറഞ്ഞാൽ നല്ല എന്താ കൊഴുപ്പിച്ചല്ലയോ? അതിന്റെ ആ വെള്ളം എല്ലാം പോയി നല്ല കൊഴുപ്പുണ്ടോ? ഇതുപോലെ നൂലായിട്ട് വരണം. ഇങ്ങനെ നമ്മൾ ആക്കിയെടുത്തു. ഇതിലേക്കാണ് ഇനി അടുത്ത പ്രിപ്പറേഷൻ നമ്മൾ ചെയ്യുന്നത്. അപ്പൊ ശർക്കര ആദ്യമേ റെഡിയാക്കി വെച്ചത് ഇതേപോലൊക്കെ അടുപ്പിലിട്ട് കുറെ നേരം ഇളക്കി കൊടുക്കുമ്പോഴാണ് ഈ ഒരു പരുവാകുന്നത്. ഇതാണ് കറക്റ്റ് ഇതിന് വേണ്ടുന്ന ആ ഒരു ചേരുവകൾക്കുള്ളത്. അപ്പൊ ഇനി നമുക്ക് അടുത്ത എന്താ ചേട്ടാ ചെയ്യാൻ പോകുന്നത്? അടുത്ത അവലിടുക. അടുത്ത ഇതിലേക്ക് നമ്മൾ അവലിടാൻ പോവുകയാണ്. അവല് വെള്ളയുണ്ട്, ചുവപ്പ്. വെള്ളയാണ് ഏറ്റവും നല്ലത്. അപ്പൊ നമുക്ക് ഇങ്ങനെ ഉണ്ടാക്കാൻ അവൽ ഇളക്കാൻ വേണ്ടി ഏറ്റവും നല്ലത് വെള്ളയവൽ ഉണ്ടെങ്കിൽ വെള്ളയവൽ വാങ്ങി നിങ്ങൾ ചെയ്യണം. അതാണ് ഏറ്റവും രുചി എന്നാണ് അദ്ദേഹം പറയുന്നത്. രുചി തന്നെയല്ല, കുഴഞ്ഞിരിക്കത്തില്ല. ഒട്ടി ഇരിക്കത്തില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. പിന്നെ ഒരു കാര്യം കൂടെ നമ്മൾ ചെയ്തു ചേട്ടന്, ഇതായത് പഞ്ചസാരയുടെ കാര്യം. പഞ്ചസാര ഇട്ടാൽ തമ്മിൽ കൂട്ടി പിടിക്കും. അപ്പൊ പഞ്ചസാര എന്ന് പറയുമ്പോൾ ഒരു സ്പൂൺ പഞ്ചസാര ഇട്ടാൽ ശർക്കരയ്ക്കകത്ത് പഞ്ചസാര ഇടണം. ഇതല്ല, ഇത് ഒട്ടിപ്പിടിക്കുന്നത് ഒഴിവാകും. അതുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത് 1-2 സ്പൂൺ മതി. അതെ. അപ്പൊ നമ്മൾ ഇനി എന്താ ചെയ്യാൻ? അവലിടാൻ പോവാം. കറക്റ്റ് ആയിട്ട് നന്നായിട്ട് ഇളക്കി കൊടുത്തോണ്ടിരിക്കുക. അടുത്തത് നമ്മള് നേരത്തെ വറുത്തെടുത്ത് വെച്ചിരുന്ന അത് ഇടുക. ഇതിലേക്ക് എല്ലാം കൂടെ നമ്മൾ വറുത്ത് വെച്ചിരുന്നില്ലയോ? അതെല്ലാം കൂടെ പൊട്ടുകടലയും മുന്തിരിയും കശുവണ്ടിയും എല്ലാം തേങ്ങയും എല്ലാം കൂടെ നമ്മൾ ഇതിലേക്ക് ഇട്ട് നന്നായിട്ട് അടി കൂട്ടി ഇളക്കി കൊടുക്കും. അല്ലേടാ? അടി കൂട്ടി ഒട്ടിപ്പിടിക്കാൻ നല്ല രീതിയിൽ ഇളക്കി കൊടുക്കുക.
അങ്ങനെ നമ്മുടെ ചേട്ടന് കറുപ്പസ്വാമി ചേട്ടൻ നല്ല അടിപൊളി അവല് ഇളയിച്ച് തന്നിട്ടുണ്ട്. നല്ല നമുക്ക് ഇനി ഇത് ടെസ്റ്റായിട്ട് കൊണ്ടുവന്നേക്കുന്ന കാര്യം നമ്മുടെ അമ്മ അറിയാമോ? നിങ്ങൾക്ക് നമ്മുടെ സാമ്പാറെല്ലാം നമുക്ക് ഉണ്ടാക്കി പ്രിപ്പയർ ചെയ്ത ഇഷ്ടംപോലെ പേര് കണ്ട ഒരു വീഡിയോ ആണ് അമ്മ ചെയ്തത്. അപ്പൊ അമ്മയാണ് നമ്മളെ കൊണ്ടുവന്നത് അല്ലേ അമ്മേ? അമ്മയ്ക്ക് ഒന്ന് കൊടുത്ത് നോക്കാം, നമുക്ക് കൊണ്ടുവന്ന. അപ്പൊ ഇത് നമുക്ക് ചേട്ടൻ പറഞ്ഞ 3 മാസം വരെ ഇരിക്കുന്നത്. നമുക്കൊന്ന് കൊടുത്തു നോക്കാം. അമ്മേ ഒന്ന് കഴിച്ചു നോക്കാം. അമ്മേ കഴിച്ചു നോക്ക്, കഴിച്ചു നോക്കി ആവശ്യം ഉണ്ടെന്ന് കഴിച്ചു നോക്ക്. ഒരു സ്പൂൺ കൊള്ളാം, നല്ല അവലാണ്. അല്ലയോ? അടിപൊളി. കാര്യം ഇത് എടുക്കാൻ തന്നെ കിരി ഉപ്പേരി നമ്മൾ എടുക്കുന്നുണ്ട്. അത് ഒട്ടി പിടിച്ചിട്ടുമില്ല. അതാണ് ഇതിന്റെ പ്രത്യേകത. അതാണ് അദ്ദേഹം പറഞ്ഞത്. ഇത് കണ്ടിട്ട് 3 മാസമല്ല, അത് മേളിലോട്ട് ഇരിക്കും. പ്രത്യേക ഹെൽത്തിയാണ്. നമുക്ക് മറ്റുള്ള ഒരു പിന്നെ കാശ് കൊടുത്ത് ബേക്കറി മേടിക്കുന്നതിലും നല്ലത് ഇങ്ങനെ നമുക്ക് ഇതൊക്കെ ഉണ്ടാക്കി കൊടുക്കണം. ഒരു 4 മണിയൊക്കെ ആകുമ്പോൾ കുറച്ച് നമ്മൾ എടുത്തു കഴിച്ചാൽ നല്ല ഒരു ടേസ്റ്റ് ആണ് അല്ലേ അമ്മേ? അത് തന്നെ. ഇതെല്ലാം ചേരുവകളും കൃത്യം. അപ്പൊ നിങ്ങൾക്ക് ഇത് എളുപ്പത്തിലുണ്ടാക്കാം. ഈ പറഞ്ഞ പോലെ ചെയ്താൽ മതി. ഒരു കുറച്ച് സമയം അല്ലേ ചേട്ടാ? കുറച്ച് സമയം സ്പെൻഡ് ചെയ്ത് ഞാൻ ശർക്കര മാത്രം ഒന്ന് റെഡിയാക്കുന്ന സമയം, തേങ്ങ തിരുമുന്നു അത്രയേ ഉള്ളൂ സമയം മാത്രമേ ഉള്ളൂ. ബാക്കി എല്ലാം നമുക്ക് അത് തന്നെ അത്രേ ഉള്ളൂ. അപ്പൊ നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അല്ലേ അമ്മേ? എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പൊ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.